എഡ്യൂകേസ്റ്റ് അക്കാഡമിയിലേക്ക് സ്വാഗതം. CPO WCPO എക്സാമുകൾക്ക് സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് NDPS ആക്ട്. ഇന്ന് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മോക്ക് ടെസ്റ്റാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് NDPS ആക്ട് പ്രാബല്യത്തിൽ വന്നത്? ഓപ്ഷൻസ്: 1985 സെപ്റ്റംബർ 16, 1985 ഒക്ടോബർ 14, 1986 മാർച്ച് 17, 1985 നവംബർ 14. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1985 നവംബർ 14 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രാബല്യത്തിൽ വന്നത്. അടുത്ത ചോദ്യം, NDPS ആക്ടിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി? ഓപ്ഷൻസ്: ഗ്യാനി സെയിൽ സിംഗ്, R വെങ്കിട്ടരാമൻ, VV ഗിരി, KR നാരായണൻ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഗ്യാനി സെയിൽ സിംഗ്. ഗ്യാനി സെയിൽ സിംഗ് ആണ് NDPS ആക്ടിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി. അടുത്ത ചോദ്യം, NDPS ആക്ട് ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം? ഓപ്ഷൻസ്: 1987, 1988, 1989, 2000. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1988. NDPS ആക്ട് ആദ്യമായി ഭേദഗതി ചെയ്തത് 1988 1988 ആദ്യമായി ഭേദഗതി ചെയ്യുകയും 1989 അത് പ്രാബല്യത്തിൽ വരികയുമാണ് ചെയ്തത്. അടുത്ത ചോദ്യം, NDPS ആക്ട് രണ്ടാമത് ഭേദഗതി ചെയ്ത വർഷം? ഓപ്ഷൻസ്: 2000, 2001, 2002, 2004. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 2001. NDPS ആക്ട് രണ്ടാമത് ഭേദഗതി ചെയ്ത വർഷം 2001. അടുത്ത ചോദ്യം, NDPS ആക്ട് മൂന്നാമത് ഭേദഗതി ചെയ്ത വർഷം? ഓപ്ഷൻസ്: 2011, 2012, 2013, 2014. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 2014. NDPS ആക്ട് മൂന്നാമത് ഭേദഗതി ചെയ്ത വർഷം 2014. അടുത്ത ചോദ്യം, NDPS ആക്ടിൽ ഏതു വകുപ്പിലാണ് മരണശിക്ഷ നിഷ്കർഷിച്ചിരിക്കുന്നത്? ഓപ്ഷൻസ്: സെക്ഷൻ 28, സെക്ഷൻ 31, സെക്ഷൻ 31A, സെക്ഷൻ 37. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സെക്ഷൻ 31A. NDPS ആക്ട് സെക്ഷൻ 31A മരണശിക്ഷ നിഷ്കർഷിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നത്? ഓപ്ഷൻസ്: 1986 മാർച്ച് 17, 1936 സെപ്റ്റംബർ 16, 1986 ആഗസ്റ്റ് 23, 1986 നവംബർ 14. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1986 മാർച്ച് 17. 1986 മാർച്ച് 17 നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, നിയമവിരുദ്ധമായി സമ്പാദിച്ച സ്വത്ത് പിടിച്ചെടുക്കുകയോ മരവിപ്പിക്കുകയോ ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന NDPS ആക്ടിലെ വകുപ്പ്? ഓപ്ഷൻസ്: സെക്ഷൻ 19, സെക്ഷൻ 24, സെക്ഷൻ 27A, സെക്ഷൻ 68F. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. സെക്ഷൻ 68F. സെക്ഷൻ 68F നിയമവിരുദ്ധമായി സമ്പാദിച്ച സ്വത്ത് പിടിച്ചെടുക്കുകയോ മരവിപ്പിക്കുകയോ ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്ത ചോദ്യം, കൊക്കൈൻ, മോർഫിൻ എന്നിവ ഉപയോഗിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന NDPS ആക്ടിലെ വകുപ്പ്? ഓപ്ഷൻസ്: സെക്ഷൻ 25, സെക്ഷൻ 27, സെക്ഷൻ 28, സെക്ഷൻ 31. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സെക്ഷൻ 27. NDPS ആക്ടിലെ സെക്ഷൻ 27 കൊക്കൈൻ, മോർഫിൻ എന്നിവ ഉപയോഗിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്ത ചോദ്യം, NDPS ആക്ടിലെ സെക്ഷൻ 27 പ്രകാരം കൊക്കൈൻ, മോർഫിൻ എന്നിവ ഉപയോഗിച്ചാലുള്ള ശിക്ഷ?
ഓപ്ഷൻസ്: 1 വർഷം വരെ കഠിന തടവോ 20,000 രൂപ വരെ പിഴ അല്ലെങ്കിൽ ഇവ രണ്ടും. 6 മാസം തടവോ 10,000 രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും. 2 മാസം തടവോ 25,000 രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും. 2 വർഷം വരെ കഠിന തടവോ 5,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1 വർഷം വരെ കഠിന തടവോ 20,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും. NDPS ആക്ടിലെ സെക്ഷൻ 27 പ്രകാരം കൊക്കൈൻ, മോർഫിൻ എന്നിവ ഉപയോഗിച്ചുള്ള ശിക്ഷ 1 വർഷം വരെ കഠിന തടവോ 20,000 രൂപ വരെ പിഴ അല്ലെങ്കിൽ ഇവ രണ്ടും. അടുത്ത ചോദ്യം: NDPS ആക്ട് പ്രകാരം ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിനായുള്ള പരിസരം ഉണ്ടാക്കിക്കൊടുത്താലുള്ള ശിക്ഷയെപ്പറ്റി പരാമർശിക്കുന്ന വകുപ്പ്. ഓപ്ഷൻസ്: സെക്ഷൻ 25, സെക്ഷൻ 31, സെക്ഷൻ 37, സെക്ഷൻ 68. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സെക്ഷൻ 25. NDPS ആക്ട് പ്രകാരം ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിനായുള്ള പരിസരം ഉണ്ടാക്കിക്കൊടുത്താലുള്ള ശിക്ഷയെപ്പറ്റി പരാമർശിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 25. ഇത്രയുമാണ് ഇന്നത്തെ മോക്ക് ടെസ്റ്റിലുള്ള ചോദ്യങ്ങൾ. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.